ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ശബരിമലയിൽ ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാൻ വീണ്ടും നീക്കം തുടങ്ങി സംസ്ഥാന സർക്കാർ. ടൂറിസം വകുപ്പ് വഴി ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാനാണ് നീക്കം. ഇതിനായുള്ള ഫയൽ നീക്കി തുടങ്ങി. ടൂറിസം വകുപ്പിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങൾ ആർ രാജീവ് നൽകും. രാജീവ്, കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ഈ സർക്കാരിന്റെ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഓരോന്നായി മറനീക്കി പുറത്തു വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ലക്ഷ്യമെന്നത് ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തെ ഒരു ടൂറിസം ഹബ്ബായി മാറ്റുക എന്നതാണല്ലോ. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവുകളല്ലേ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്, രാജീവ്? സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നത് ശബരിമലയിലെ വികസനമായിരുന്നു. കൂടുതൽ പണം ശബരിമലയിലേക്ക് എത്തിച്ച് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം എന്നതായിരുന്നു സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ അതല്ല സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ ഇതിനകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഭക്തരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട്, അതായത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഭക്തരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അതായത് അവിടേക്ക് എത്തുന്ന സാധാരണ ഭക്തരും അതുപോലെ തന്നെ കോടികൾ നൽകുന്ന ഭക്തരും തമ്മിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ കോടികൾ നൽകുന്ന ഭക്തർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ നേരത്തെ തന്നെ പുറത്ത് വന്നതാണ്. കോടികൾ വാങ്ങുന്നവർക്ക് ശബരിമലയിൽ സുഖവാസ കേന്ദ്രമാക്കാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകളായിരുന്നു നേരത്തെ പുറത്തു വന്നത്. മാത്രമല്ല, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പ്രവാസികളെ ക്ഷണിച്ചുകൊണ്ട് ലോക കേരള സഭ അംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തും പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. സാധാരണ ഭക്തരെ മാറ്റി നിർത്തുമ്പോഴാണ് ഇത്തരത്തിൽ കോടികൾ നൽകാൻ തയ്യാറായവർക്ക് എന്ത് അടിസ്ഥാന സൗകര്യവും എന്ത് തരത്തിലുള്ള സൗകര്യങ്ങളും എന്ത് സുഖവാസ രീതിയിലുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കും എന്ന തരത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുകയും സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഏതായാലും പുതിയ നീക്കം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹെലികോപ്റ്റർ സർവീസ് വീണ്ടും തുടങ്ങാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. നേരത്തെ ഒരു സ്വകാര്യ കമ്പനി ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിൻ്റെ കൂടി അറിവോടുകൂടിയായിരുന്നു ഇത്തരമൊരു നീക്കം ഈ സ്വകാര്യ കമ്പനി നടത്തിയത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇതിനെ എതിർക്കാനുള്ള യാതൊരു നീക്കവും നടന്നില്ല. പിന്നീട് ജനം ടി വി ഇത് വാർത്തയാക്കിയതോടുകൂടിയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും അത്തരത്തിൽ ഹെലികോപ്റ്റർ സർവീസ് നടത്തരുത് എന്ന് ഉത്തരവിടുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും ടൂറിസം വകുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ഹെലികോപ്റ്റർ സർവീസ് ശബരിമലയിലേക്ക് നടത്താനുള്ള നീക്കം സർക്കാർ തുടങ്ങിയിരിക്കുന്നത്. ഇതിനായുള്ള ഫയൽ നീക്കം നിലവിൽ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ രേഖകളാണ് ജനം ടി വി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് സർക്കാർ ലക്ഷ്യമിടുന്നത് ശബരിമലയെ ഒരു സുഖവാസ കേന്ദ്രമാക്കുക എന്നത് തന്നെയാണ്. ശബരിമലയിലേക്ക് എത്തുന്ന യഥാർത്ഥ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതല്ല സർക്കാരിൻ്റെ ലക്ഷ്യം. ശബരിമലയിൽ കോടികൾ നൽകാൻ കഴിവുള്ളവർക്ക് അവിടേക്ക് എത്തുമ്പോൾ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കുക, ഹെലികോപ്റ്റർ സർവീസ് ഒരുക്കുക, ഇതിനൊപ്പം തന്നെ ശബരിമലയിൽ ആഡംബരമായി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, ഇത്തരം കാര്യങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടതും യഥാർത്ഥ ഭക്തർ അതിൽ നിന്ന് മാറി നിന്നതും. ഏതായാലും കൂടുതൽ തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശബരിമലയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് നമുക്കറിയാം. 2018 യുവതീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്താൻ മുന്നിൽ നിന്ന സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ സംഘവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് പിന്നിലുള്ളത് കോടികളുടെ ബിസിനസ് താല്പര്യമാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഹൈക്കോടതി വിധിയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നീക്കം നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ടൂറിസം വകുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് എത്തിക്കുക. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് നിലയ്ക്കലിൽ ഹെലിപ്പാഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഹെലിപ്പാഡിലേക്ക് ഹെലികോപ്റ്റർ മാർഗം ഭക്തരെ എത്തിക്കാനുള്ള നീക്കമാണ് നിലവിൽ നടത്തുന്നത്. വിവിധ സ്ഥലങ്ങൾ, അതായത് വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും ഇവിടേക്ക് ഭക്തരെ എത്തിക്കുക. അതിനുശേഷം ഭക്തർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് മുൻപ് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് ശബരിമലയിൽ വരുന്നതിനായി അന്ന് അവിടെ ഒരു താൽക്കാലികമായ ഹെലിപ്പാഡ് നിർമ്മിച്ചിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ ശരംകുത്തിക്ക് മുകളിലായി വനത്തിനകത്ത്
ഒരു താൽക്കാലിക ഹെലിപ്പാഡ് നിർമ്മിച്ചിരുന്നു. പക്ഷേ താൽക്കാലിക ഹെലിപ്പാഡ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ പോലും വലിയ പ്രതിഷേധം അന്ന് ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഒപ്പം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരു കാനന ക്ഷേത്രമാണ്. ആ കാനന ക്ഷേത്രത്തിലേക്ക് ഇത്തരം ഹെലികോപ്റ്ററുകളും മറ്റും എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ, ആ വനമേഖലയുടെ ആവാസ വ്യവസ്ഥയെയും ആ കാനന ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയെയും ഒക്കെ അത് ദോഷകരമായി ബാധിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ ഒരു കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹെലിപ്പാഡ്. ഇപ്പോഴും ആ ശരംകുത്തിക്ക് മുകളിൽ ആ ഹെലിപ്പാഡ് അവിടെ കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ആ കാലത്ത് തന്നെ വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നതാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഹൈക്കോടതി തന്നെ ഇത്തരം സർവീസ് ശബരിമല പോലൊരു കാനന ക്ഷേത്രത്തിലേക്ക് നടത്തരുത് എന്ന് മുൻപ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. രാജീവ്, തീർച്ചയായും ഒരു സ്വകാര്യ കമ്പനിയാണ് ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. അതായത് വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് ഭക്തരെ ഹെലികോപ്റ്റർ മാർഗം എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഈ വാർത്ത ജനം TV പുറത്തുവിട്ടതോടെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. അന്ന് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ശബരിമലയിലെത്തുന്ന എല്ലാ ഭക്തരും ഒരുപോലെയാണ്, ശബരിമല വിഭാവനം ചെയ്യുന്നതും ആ രീതിയിലാണ്, അവിടെ പണമുള്ളവനും പണമില്ലാത്തവനും എന്ന വ്യത്യാസമില്ല, എല്ലാവരും സമന്മാരാണ് എന്നാണ് ശബരിമല വിഭാവനം ചെയ്യുന്ന, ശബരിമല മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അതുതന്നെയാണ് ഹൈക്കോടതി അന്ന് എടുത്തു പറഞ്ഞത്. പണമുള്ളവർക്ക് പ്രത്യേക പരിഗണന ശബരിമലയിൽ നൽകരുത്, VIP ക്യൂ പോലും പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത്. മാത്രമല്ല, പരിപാവനമായ ഒരു കാനന ക്ഷേത്രമാണ് ശബരിമല. ആ കാനന ക്ഷേത്രത്തിലേക്ക് ഹെലികോപ്റ്റർ മാർഗവും മറ്റും ഭക്തരെ എത്തിക്കുന്നത് ശരിയല്ല എന്ന നിരീക്ഷണവും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം തന്നെ ഭക്തരെ എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോടികൾ നൽകാൻ കഴിവുള്ളവർക്ക് മാത്രമാണ് ഹെലികോപ്റ്റർ മാർഗം ശബരിമലയിലേക്ക് എത്താൻ കഴിയുക. അത്തരം ഭക്തരെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ അത്തരം ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തന്നെ സർക്കാരിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. അതായത് ശബരിമലയിലെ വികസനമല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്, ശബരിമലയിൽ നിന്ന് കോടികൾ നേട്ടമുണ്ടാക്കുക, കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് മുതൽ കൂട്ടുക എന്ന് തന്നെയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടത്. ശബരിമല യുവതീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ മുതൽ സർക്കാർ ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതാണ്. ഈ രീതിയിൽ ഏത് വിധേനയും ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്ന ഒരു ലക്ഷ്യം സർക്കാരിന് ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശബരിമല കാനന ക്ഷേത്രമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന ഒരു കണക്കുകൂട്ടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 1 കോടി നൽകുന്നവർക്ക് ശബരിമലയിൽ എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കും, 2 കോടി നൽകുന്നവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ജനം TV തന്നെ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും ഈ കോടികൾ നൽകാൻ കഴിയുന്നവർക്ക് ഹെലികോപ്റ്റർ സൗകര്യം കൂടി ഒരുക്കാനുള്ള നീക്കത്തിലേക്ക് ടൂറിസം വകുപ്പ് കടക്കുന്നത്. ദേവസ്വം ബോർഡല്ല, ടൂറിസം വകുപ്പിലാണ് ഇത്തരം ഒരു ഫയൽ നീക്കം നടക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമല്ല സർക്കാർ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ശബരിമലയിൽ ഓരോ മണ്ഡലകാലത്തും നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ സാധാരണ ഭക്തർ നേരിടുന്ന പ്രതിസന്ധികൾ ഒന്ന് വിരിവെക്കാൻ പോലും ഇടമില്ലാതെ, അവർക്ക് അടിസ്ഥാന പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും രാജീവ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. അതായത് ഈ ഹെലികോപ്റ്റർ സർവീസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്യുകയാണ്. കാനന ക്ഷേത്രത്തിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് വരുത്തുന്നതിനോട് അയ്യപ്പ ഭക്തർക്കോ ഹൈന്ദവ സംഘടനകൾക്കോ അല്ലെങ്കിൽ പന്തളം കൊട്ടാരമാകട്ടെ അത്തരം ഈ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ആർക്കും വലിയ താല്പര്യമില്ല. അത് നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ അതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ രാജീവ് സൂചിപ്പിച്ചതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഓരോ മണ്ഡലകാലത്തും, നമ്മൾ എത്രയോ വർഷങ്ങളായി ഓരോ മണ്ഡലകാലം തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മൾക്ക് പരമ്പരകളായി വാർത്ത ചെയ്യേണ്ട അവസ്ഥയാണ്. അത് ഇടത്താവളങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങ് പന്തളം മുതൽ എരുമേലി, അതുപോലെ തന്നെ പത്തനംതിട്ട, ഇത്തരത്തിൽ സ്വാമിമാർ, അയ്യപ്പന്മാർ, ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ പ്രതിദിനം കടന്നു പോകുന്ന ഇടത്താവളങ്ങളാണ്. അവിടെയൊന്നും അടിസ്ഥാന സൗകര്യം, പൈപ്പിൽ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ ഇടത്താവളങ്ങളിലൊക്കെ. അപ്പോൾ സാധാരണക്കാരനോട് ഒരു നീതിയും, ശബരിമലയിലെത്തുന്ന പണമുള്ളവന് അതിനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലേക്ക്, അതിന് മറ്റൊരു ഡൈവേർഷനിലേക്ക് ഈ ക്ഷേത്രത്തെ കൊണ്ടെത്തിക്കുക, ഇത് വലിയ ഗൂഢാലോചനയാണല്ലോ രാജീവ് ഇതിന് പിന്നിൽ നടക്കുന്നത്. തീർച്ചയായും ഗൗതം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് സാധാരണ ഭക്തരെ സംബന്ധിച്ച് ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നൽകാതിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ പമ്പയിലേക്ക് ഇപ്പോഴും സാധാരണ ഭക്തർക്ക് വാഹനങ്ങളിൽ എത്താനുള്ള സൗകര്യമില്ല. നിലയ്ക്കലിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം വേണം പമ്പയിലേക്ക് എത്താൻ. എന്നാൽ സർക്കാർ തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അതായത് 1 കോടി 2 കോടിയൊക്കെ നൽകുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പമ്പയിലെ പാർക്കിംഗ് ആണ്. അതായത് പാർക്കിംഗ് ഗ്രൗണ്ട് പമ്പയിൽ തന്നെ ഇവർക്ക് നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതായത് പണമുള്ളവർക്ക് എന്ത് സൗകര്യവും സർക്കാർ ഇവിടെ നൽകുമ്പോഴാണ്
പണമില്ലാത്തതിൻ്റെ പേരിൽ സാധാരണ ഭക്തർക്ക് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നത്, സന്നിധാനത്തെത്തുമ്പോൾ അവർക്ക് വിരിവെക്കാനുള്ള സൗകര്യമില്ല, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ല, ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇടത്താവളങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. അതേസമയം തന്നെ സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ മണ്ഡലകാലത്തും കോടികൾ സർക്കാർ അനുവദിക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പലതവണ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ് പമ്പയിൽ ഇത്തരത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കിയത് എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് അവിടെ എത്തുന്നവർക്കായി AC എയർ കണ്ടീഷൻ ചെയ്ത ടെന്റുകൾ ഉൾപ്പെടെ ക്രമീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാത്രമല്ല ദിവസങ്ങൾ കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു, ഊരാളുകളിനെ അതിന് ചുമതല ഏൽപ്പിക്കുന്നു, ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ടെന്റുകളൊക്കെയാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു, കോടികൾ ഇതിനുവേണ്ടി ക്ഷണനേരം കൊണ്ട് അനുവദിക്കുന്നു. പക്ഷേ അതേസമയം തന്നെയാണ് ഈ മണ്ഡലകാലം എത്താൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നതെങ്കിൽ, ഒരു മാസം മാത്രമാണ് മണ്ഡലകാലം എത്താൻ ശേഷിക്കുന്നതെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞ് ഇന്നു മുതൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാൻ ആരംഭിക്കും. ഇതിനുശേഷം അവിടെ എത്തുന്ന ഭക്തർക്ക് എന്ത് അടിസ്ഥാന സൗകര്യം എന്ന ചോദ്യം വരികയാണെങ്കിൽ ഒരു അടിസ്ഥാന സൗകര്യം